നമസ്കാരം. ബിലാത്തി വാർത്തയുടെ ഗുഡ് മോർണിംഗ് യുകെയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഹരികുമാർ. ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ ആദ്യം പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഇംഗ്ലീഷ് ചാനലിലെ അനധികൃത കുടിയേറ്റം തടയാൻ സൈനിക നീക്കം നടത്തണമെന്ന് റിഫോം യുകെ. ഓപ്പറേഷൻ ഫോർട്രസ് പ്രഖ്യാപിച്ച് നൈജൽ ഫരാജ്. ഇംഗ്ലണ്ടിലെ സോഷ്യൽ കെയർ മേഖലയിൽ അടിയന്തര പരിഷ്കാരത്തിന് സർവകക്ഷി യോഗം വിളിച്ച് പ്രധാനമന്ത്രി ആന്റി ബെൻഹാം. തകർന്നു കിടക്കുന്ന സോഷ്യൽ കെയർ മേഖലയെ കൈപിടിച്ചുയർത്താൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒന്നിക്കണമെന്ന് യുകെ പ്രധാനമന്ത്രി ആന്റി ബെൻഹാം ആഹ്വാനം ചെയ്തു. ഇംഗ്ലണ്ടും വെയിൽസും ചരിത്രത്തിലെ ഏറ്റവും വരണ്ട കാലം ജൂലൈയിൽ രേഖപ്പെടുത്തി. മഴയുടെ അളവ് ഗണ്യമായി കുറഞ്ഞതോടെ ജലസംഭരണികൾ, കൃഷി, പരിസ്ഥിതി എന്നിവയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. യുകെ യൂറോപ്യൻ യൂണിയൻ അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നു. വിസയില്ലാത്ത അതിർത്തി കടക്കൽ തടയാൻ ഇഡി IAS സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ. ബ്രിട്ടീഷ് പൗരന്മാർ ഉൾപ്പെടെയുള്ള വിസരഹിത യാത്രക്കാർക്കായി പുതിയ യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നതിനുള്ള അന്തിമഘട്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ദുരിതമഴ തോരാതെ കേരളം. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഈ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയലിസ്റ്റിക് മോർഗേജ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ്. യുകെയിലെ നിങ്ങളുടെ ഇൻഷുറൻസ് മോർഗേജ് സേവനങ്ങൾ സംബന്ധിച്ച സൗജന്യ ഉപദേശത്തിനായി ദയവായി അവരെ ബന്ധപ്പെടുക. വാർത്തകൾ വിശദമായി. ഇംഗ്ലീഷ് ചാനൽ വഴി ബോട്ടുകളിൽ യുകെയിലേക്ക് എത്തുന്ന അഭയാർത്ഥികളെയും അനധികൃത കുടിയേറ്റക്കാരെയും തടയുന്നതിനായി സൈനിക നീക്കത്തിന് ആഹ്വാനം ചെയ്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ റിഫോം യുകെ. ബ്രിട്ടന്റെ അതിർത്തികൾ പൂർണ്ണമായും അടച്ചുപൂട്ടി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ഫോർട്രസ് എന്ന പേരിൽ പുതിയ നയം പാർട്ടി നേതാവ് നൈജൽ ഫരാജ് ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ചെറിയ ബോട്ടുകളിൽ എത്തുന്ന അഭയാർത്ഥികളെ കടലിൽ വെച്ച് തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് തടയുകയും അവരെ തിരികെ ഫ്രാൻസിലേക്ക് അയക്കുകയും ചെയ്യണമെന്നാണ് റിഫോം യുകെ വ്യക്തമാക്കുന്നത്. തങ്ങൾ ഭരണത്തിൽ വന്നാൽ വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള ബോട്ടുകളുടെ വരവ് പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് ഫരാജ് അവകാശപ്പെട്ടു. പാർട്ടി നേതാക്കൾ സാമ്പത്തിക ക്രമക്കേടുകളിലും ഉപഹാര വിവാദങ്ങളിലും അകപ്പെട്ട് ജനപ്രീതിയിൽ ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിലാണ് റിഫോം യുകെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ റിഫോം യുകെയുടെ ഈ പദ്ധതി പ്രായോഗികമല്ലെന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നും ലേബർ പാർട്ടി ആരോപിച്ചു. അതേസമയം പുതിയ ലേബർ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ആന്റി ബെൻഹാം ചുമതലയേറ്റ ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ 2000-ലധികം ആളുകളാണ് ബോട്ടുകളിൽ യുകെയിലെത്തിയത്. ചാനലിലൂടെയുള്ള അനധികൃത കുടിയേറ്റം തടയാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് ബെൻഹാമും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇംഗ്ലണ്ടിലെ തകർന്നു കിടക്കുന്ന സോഷ്യൽ കെയർ മേഖലയെ കൈപിടിച്ചുയർത്താൻ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒന്നിക്കണമെന്ന് യുകെ പ്രധാനമന്ത്രി ആന്റി ബെൻഹാം ആഹ്വാനം ചെയ്തു. വിഷയം ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. കൺസർവേറ്റീവ്, ലിബറൽ, ഡെമോക്രാറ്റ് പാർട്ടികളെ യോഗത്തിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി സോഷ്യൽ കെയർ മേഖലയിലെ വീഴ്ചകൾ പരിഹരിച്ചില്ലെങ്കിൽ NHS പൂർണ്ണമായും തകരുമെന്ന് മുന്നറിയിപ്പ് നൽകി. വർഷങ്ങളായി തുടരുന്ന ഈ പ്രതിസന്ധി ഇനി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും രാഷ്ട്രീയ പോരുകൾ അവസാനിപ്പിച്ച് ജനങ്ങളുടെ ദുരിതമകറ്റാൻ പൊതുവായ പരിഹാര മാർഗം കണ്ടെത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഷ്യൽ കെയർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ചുമതലപ്പെടുത്തിയ കെസെ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വേഗത്തിലാക്കുമെന്നും ബെൻഹാം പ്രഖ്യാപിച്ചു. സോഷ്യൽ കെയർ സംവിധാനം തികച്ചും തകർന്ന അവസ്ഥയിലാണെന്ന് കമ്മീഷൻ അധ്യക്ഷ ബാലനസ് ലൂയിസ് കെസെ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിലവിലെ നിയമപ്രകാരം സ്വന്തമായി 23,250 പൗണ്ടിൽ കൂടുതൽ സമ്പാദ്യമുള്ളവർക്ക് കൗൺസിലിൽ നിന്ന് പരിചരണ ധനസഹായം ലഭിക്കില്ല. ഇത് കാരണം പ്രായമായ പലർക്കും കെയർ ഹോം ചെലവുകൾക്കായി സ്വന്തം വീടുകൾ പോലും വിൽക്കേണ്ടി വരുന്നുണ്ട്. ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് സർ എഡ് ഡേവി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു. നികുതി വർധനവിലൂടെയുള്ള ഫണ്ട് രൂപീകരണത്തെ എതിർക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയും തങ്ങളുടെ പ്രതിനിധിയെ യോഗത്തിലേക്ക് അയക്കും. അതേസമയം റിഫോം യുകെ ഗ്രീൻ പാർട്ടി നേതാക്കളെ യോഗത്തിലേക്ക് ക്ഷണിക്കാത്തതിൽ വിമർശനവും ഉയർന്നിട്ടുണ്ട്. NHSന് മേലുള്ള അമിതഭാരം കുറയ്ക്കാനും പ്രായമായവർക്ക് അവരുടെ വീടുകളിൽ തന്നെ മികച്ച പരിചരണം ഉറപ്പാക്കാനും സോഷ്യൽ കെയർ മേഖലയിൽ വലിയ മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. മെറ്റ് ഓഫീസ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടും വെയിൽസും ചരിത്രത്തിലെ ഏറ്റവും വരണ്ട ജൂലൈ മാസങ്ങളിലൊന്നാണ് ഈ വർഷം അനുഭവിച്ചത്. മഴയുടെ അളവ് ഗണ്യമായി കുറഞ്ഞതോടെ ജലസംഭരണികൾ, കൃഷി, പരിസ്ഥിതി എന്നിവയെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ ജല ഉപയോഗ നിയന്ത്രണങ്ങളും പരിഗണനയിലാണെന്ന് അധികൃതർ അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ വന്ന ഈ റിപ്പോർട്ട് ദീർഘകാല ജലസുരക്ഷാ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ഉയർത്തിക്കാട്ടുന്നു.
യുകെയിൽ നിന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി പുതിയ സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങി യൂറോപ്യൻ കമ്മീഷൻ. ബ്രിട്ടീഷ് പൗരന്മാർ ഉൾപ്പെടെയുള്ള വിസരഹിത യാത്രക്കാർക്കായി പുതിയ യൂറോപ്യൻ ട്രാവൽ ഇൻഫർമേഷൻ ആൻഡ് ഓതറൈസേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നതിനുള്ള അന്തിമഘട്ട തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യങ്ങളും അനധികൃത കുടിയേറ്റങ്ങളും തടയുന്നതിനുമാണ് ഈ പുതിയ ഡിജിറ്റൽ പെർമിറ്റ് സംവിധാനം നടപ്പിലാക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ബ്രിട്ടീഷ് യാത്രക്കാർ ഓൺലൈൻ വഴി പ്രത്യേക സുരക്ഷാ അനുമതി പത്രം കൈപ്പറ്റേണ്ടതുണ്ട്. നിശ്ചിത തുക ഫീസ് നൽകി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷമായിരിക്കും യാത്രക്കാർക്ക് അനുമതി ലഭിക്കുക. ഇത് 3 വർഷത്തേക്ക് അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതുവരെ സാധുതയുള്ളതായിരിക്കും. യൂറോപ്യൻ യൂണിയൻ അതിർത്തികളിൽ കൃത്യമായ പരിശോധന ഉറപ്പാക്കുന്നതിലൂടെ വ്യാജ യാത്രാ രേഖകൾ ഉപയോഗിച്ചുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷമുള്ള ഏറ്റവും വലിയ യാത്രാ മാറ്റങ്ങളിലെ ഒന്നായാണ് ഇത് കാണപ്പെടുന്നത്. വ്യവസായ ആവശ്യങ്ങൾക്കും വിനോദസഞ്ചാരത്തിനുമായി ബ്രിട്ടനിൽ നിന്ന് യൂറോപ്പിലേക്ക് ദിനംപ്രതി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളെ ഇത് ബാധിക്കും. അതിർത്തി പോയിന്റുകളായ ഡോവർ തുറമുഖം, യൂറോ ടണൽ, ലണ്ടൻ സെന്റ് പാൻക്രാസ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി അധിക ജീവനക്കാരെയും ആധുനിക ഡിജിറ്റൽ സ്കാനിംഗ് സംവിധാനങ്ങളെയും സജ്ജമാക്കിയിട്ടുണ്ട്. അതിർത്തികളിലെ തടസ്സങ്ങൾ ഒഴിവാക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും പുതിയ സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കുന്നതിനായി UK സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള സുരക്ഷാ ഏജൻസികളുമായി സഹകരിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും അതിർത്തി കടന്നുള്ള ഭീഷണികൾ തടയാനും സാധിക്കുമെന്ന് UK ആഭ്യന്തര മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുന്നു. കേരളത്തിലെ 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴക്കെടുതി രൂക്ഷമായ പത്തനംതിട്ട ജില്ല ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിക്കും. വരുന്ന മണിക്കൂറുകളിലും മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മിക്ക ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇതിനിടയിൽ ആറന്മുളയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയത് ആശ്വാസമായി. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം രൂക്ഷമായതിനാൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 22-ന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങളെയും മഴക്കെടുതി ബാധിച്ചിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.uknewsmalayalam.com സന്ദർശിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.